ഒരു മൈക്കും പിടിച്ച് എന്ത് തോന്നിയ ദിവസം പറയാമെന്നാണോ കാനഡയെക്കുറിച്ച്? അത് കേട്ടോണ്ടിരിക്കാൻ കാനഡയിലുള്ള മലയാളികളുണ്ടാകത്തില്ല. ഇനി ആര് കേട്ടാലും ശരി, അത് ചോദ്യം ചെയ്യാൻ ഞാൻ ഉണ്ടാവും. 2 ദിവസം മുമ്പ് യൂട്യൂബിൽ വന്നൊരു വീഡിയോ കാണാനിടയായി. വൈ വി ലെഫ്റ്റ് കാനഡ എന്നൊരു പേരിൽ അവർ തുടങ്ങിയ ഒരു ടോക്കാണ്. ഒരു ഏകദേശം അരമണിക്കൂറോളം നിൽക്കുന്ന ഒരു ടോക്കാണ്. അത് എന്തുകൊണ്ട് അവർ കാനഡ വിട്ട് നാട്ടിൽ പോയി എന്നാണ് പറയുന്നത്. അതിനൊരു 9 റീസൺസും പറയുന്നുണ്ട്. കാനഡ എന്തുകൊണ്ട് കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അത് കണ്ടപ്പം മുതൽ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച ഒരാളെ അല്ല. പക്ഷേ അത് കണ്ടപ്പം തൊട്ട് എനിക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അത് വീഡിയോ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ കാനഡയുടെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടുള്ള പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ ഒരു മയമുണ്ട്. നമുക്കത് കുഴപ്പമില്ല, നമുക്ക് കേട്ടിരിക്കാൻ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. ചില നെഗറ്റീവുകൾ എല്ലാ രാജ്യത്തും ഉള്ളതുപോലെ തന്നെ കാനഡയിലുണ്ട്. എന്നാൽ കാനഡയെ 100% താഴ്ത്തിക്കൊണ്ട് എല്ലാ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഏത് വീഡിയോ കണ്ടതെന്നുള്ളത് നിങ്ങളോട് പറയുന്നില്ല, കാരണം ഞാൻ ആർക്കും അത് റെക്കമെൻഡ് ചെയ്യാറില്ല ആ വീഡിയോ കാണാനായിട്ട്. പക്ഷേ കുറച്ച് ക്ലൂ പറയാം. 2 മൈക്കും പിടിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും നാട്ടിൽ എൻ്റെ പേരിലുള്ള വീട്ടിൽ ഒരു കൗച്ചിലിരുന്നുകൊണ്ടാണ് അവർ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അവർ UK നിന്നും മാസ്റ്റേഴ്സും പിന്നെ സൗത്ത് കൊറിയയിൽ നിന്ന് PhD ഒക്കെ കഴിഞ്ഞ് പിന്നെ കാനഡയിൽ വന്നാണ്. എന്ത് വിസല വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവർ 2 വർഷം കാനഡയിലുണ്ടായിരുന്നു. കാനഡയിൽ നിന്ന് 2 വർഷത്തിന് ശേഷം PR കിട്ടാത്തത് കൊണ്ട് അവർ തിരിച്ച് നാട്ടിൽ പോയേക്കുവാണ് ഇപ്പം. അപ്പോൾ അങ്ങനെ നാട്ടിൽ പോയിട്ടുള്ള അവർ നാട്ടുകാർ ആദ്യം തന്നെ ചോദിക്കും, നിങ്ങൾ പല സ്ഥലത്തും പോയി PhD അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ട് കാനഡയിൽ നിങ്ങൾക്ക് PR കിട്ടിയില്ലേ എന്നൊരു ചോദ്യം വരുമ്പോൾ അങ്ങനത്തെ ആ ചോദ്യത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഒരു കള്ളക്കഥകളുമായിട്ട് കുറേ ഇല്ലാത്ത കാര്യങ്ങളും വെച്ചുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഇപ്പോൾ അവരുടെ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. സ്റ്റുഡൻറ്റ് വിസയിൽ പലരും കാനഡയിൽ വന്നിട്ടുണ്ട്. അവർക്ക് ചിലർക്ക് PR കിട്ടിയെന്ന് വരത്തില്ല, ചിലർക്ക് കാനഡ ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അവരൊക്കെ പോകുമ്പോൾ അവർ പറയുന്ന ന്യായമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. നമുക്കത് കേട്ടാൽ മനസ്സിലാവും. പക്ഷേ ഇദ്ദേഹം കാനഡയിൽ വന്നിട്ട് 2 വർഷത്തിന് ശേഷം പുള്ളി എല്ലാം മനസ്സിലാക്കിയെന്നുള്ള രീതിയിലാണ് കാനഡ കുറ്റം പറയുന്നത്. ആ കുറ്റങ്ങൾ പുള്ളി ഒരു നമ്പർ ഇട്ടിട്ട് ഒരു 9 കുറ്റങ്ങളോളമാണ് പറയുന്നത്. നമുക്കത് ഓരോന്നായിട്ട് പറയാം. പുള്ളി എൻ്റെ ഈ വീഡിയോ കുറച്ചൊരു ലെങ്തി ആയിരിക്കും, കാരണം അത് എല്ലാത്തിനും അതിൻ്റേതായ റിപ്ലൈ എനിക്ക് കൊടുത്തില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് കുറച്ച് ലെങ്ത് ഉണ്ടായിരിക്കും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അദ്ദേഹം ആദ്യം തന്നെ പറയുന്നത് പുള്ളി കാനഡയിലെ 10 പ്രൊവിൻസിൽ ഏകദേശം 9 പ്രൊവിൻസുകളോളം കണ്ടിട്ടുണ്ടെന്നാണ്. എന്നിട്ട് പറയുകയും ചെയ്ത് കാനഡയിലുള്ള മിക്ക മലയാളികളും അതിന് 1-2 പ്രൊവിൻസിൽ കൂടുതൽ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ളത്. കാനഡയിലെ മുഴുവൻ പ്രൊവിൻസുകളും കണ്ടു കഴിഞ്ഞാൽ കാനഡ മുഴുവൻ മനസ്സിലാക്കാമെന്നാണോ പുള്ളി വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് എളുപ്പമാണ്. നമുക്കൊരു യാത്രകൾ ചെയ്താൽ മതിയല്ലോ. ആ രാജ്യത്തിനെ കുറിച്ച് എല്ലാം പഠിക്കാമല്ലോ. അവിടുത്തെ സിസ്റ്റമോ അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഒരു യാത്ര ചെയ്താൽ. എന്തൊരു തെറ്റിദ്ധാരണയാണ്, എന്തൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് പുള്ളി പറയുന്നത്. യാത്രകൾ ചെയ്താൽ നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ കിട്ടും. ശരിയാണ്, കുറേ കാര്യങ്ങളൊക്കെ യാത്ര ചെയ്താൽ മനസ്സിലാക്കാനും പറ്റും. എന്ന് വെച്ച് കാനഡയിൽ സ്ഥിരതാമസമുള്ള 20-30 വർഷം കാനഡയിൽ താമസിക്കുന്ന ആൾക്കാരെക്കാളും കൂടുതൽ അറിവാണ് 2 വർഷം എല്ലാ സ്ഥലങ്ങളും യാത്ര ചെയ്താൽ എന്നാണോ പുള്ളി പറയുന്നത്? അദ്ദേഹം ആദ്യം തന്നെ പറയുന്നത് കൾച്ചർ ഡിഫറൻസിൻ്റെ കാര്യമാണ്. കൾച്ചർ ഡിഫറൻസിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ പറയുന്നത് പുള്ളി നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് വരുന്നതിന് മുമ്പ് പുള്ളി മനസ്സിലാക്കിയത് കാനഡ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി കൂടുതലുള്ള ക്രിസ്ത്യൻ വിശ്വാസം കൂടുതലുള്ള ആൾക്കാരാണ് കാനഡ ഉള്ളത് എന്നൊരു വിചാരത്തിലായിരുന്നു. പക്ഷേ വൺസ് കാനഡയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പുള്ളി കുറച്ച് കണക്കുകൾ കാണിക്കുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റി മാത്രമല്ല, പല റേസിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ള, അതായത് പല മതവിശ്വാസങ്ങൾ അത് വിശ്വസിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെന്നാണ്. അതിലെന്താണ് തെറ്റ്? അതാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഫ്രീഡം എന്ന് പറയുന്നത്. നിങ്ങളൊരു ഹിന്ദുവോ മുസ്ലിമോ ഏത് മതമായിക്കോട്ടെ, നിങ്ങൾക്കിവിടെ പൂർണ്ണമായിട്ടും ആ വിശ്വാസത്തിൽ ആരാധിക്കാനും വിശ്വസിക്കാനും അത് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ ഉള്ളൊരു ഫ്രീഡം തരുന്ന രാജ്യമാണിത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ കാനഡയിൽ തന്നെ ഗുരുവായൂരപ്പൻ ടെമ്പിളുണ്ട്, ബ്രാംപ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആ സെയിം സ്ഥലത്ത് തന്നെ പഞ്ചാബികളുടെ അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള ടെമ്പിളുകളുണ്ട്. ക്രിസ്ത്യാനികൾക്കും കൂടാതെ മുസ്ലിങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ മോസ്കുകളുണ്ട്, അവർക്ക് പ്രാർത്ഥിക്കാനുള്ള മോസ്കുകളുണ്ട്. അങ്ങനെ പല വിശ്വാസങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ നമ്മുടെ ഈ ലോകത്ത് നമുക്കിത് അറിയാവുന്ന 3 മതമാണെന്ന് ഞാനിപ്പം പറഞ്ഞത്. നമ്മൾ ഇന്ത്യയിൽ കൂടുതലും കണ്ടിട്ടുള്ള മതങ്ങൾ. പക്ഷേ ഇത് കൂടാതെ നമുക്ക് ഇതുവരെ കേൾക്കാത്ത ഇഷ്ടം പോലെ മതങ്ങളും ഇവിടെ വിശ്വാസങ്ങളും ഇവിടെ പരിപാലിക്കുന്നുണ്ട്. അവർക്കെല്ലാം പ്രാർത്ഥിക്കാനുള്ള അവരുടെ ആരാധനകൾ ഇവിടെ കാനഡയിൽ ലീഗലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഗവൺമെൻറ് ഒരു റെസ്ട്രിക്ഷൻസും വരുത്തിയിട്ടുമില്ല. അദ്ദേഹം ഇതിൽ ഏറ്റവും കൂടുതൽ വെറി ചെയ്യുന്നത് പല മതങ്ങൾ ഇവിടെ വിശ്വാസം അവരുടെ രീതിയിൽ കൊണ്ടുപോകുന്നതിലാണ് പുള്ളി ഇത്ര വെറി ചെയ്യുന്നത്. ഇതിലെന്തിനാ അത്ര വെറി ചെയ്യേണ്ടത്? ഇന്ത്യ നമ്മൾ ജനിച്ചു വളർന്ന ഇന്ത്യ എന്ന് ആലോചിച്ച് നോക്കിക്കേ. പല മതങ്ങളുള്ള രാജ്യമല്ലേ ഇന്ത്യ. നമ്മൾ കേരളത്തിൽ ആകെ 3 മതങ്ങളെ മെയിനായിട്ടുള്ളൂ എങ്കിലും ബാക്കി പല സംസ്ഥാനങ്ങളും നമുക്ക് കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത പല മതങ്ങളും വിശ്വസിക്കുന്ന ആൾക്കാർ ഉണ്ട്, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ.
അതൊക്കെ പരിപാലിക്കുന്ന ഒരു ഇന്ത്യ പോലത്തെ രാജ്യത്തിൻ്റെ കൂട്ട് തന്നെയാണ് കാനഡയിലും. പക്ഷേ കാനഡയിൽ ഓൾ ഓവർ ദ വേൾഡിലെ ആൾക്കാർ ഇവിടെ വരുന്നത് കൊണ്ട് നമുക്ക് ഇതിലും കൂടുതൽ മതങ്ങളും വിശ്വാസങ്ങളും ഇവിടെ പരിപാലിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് ഇത്ര വെറിയേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കണക്കുൾപ്പെടെ കാണിക്കുന്നുണ്ട്, കാനഡയിൽ പല ടെററിസ്റ്റ് ഗ്രൂപ്പുകളും ലീഗലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യം തന്നെ ചോദിക്കട്ടെ, പുള്ളി ഉദ്ദേശിക്കുന്നത് ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിനെയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്, എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ ഖാലിസ്ഥാൻ ഗ്രൂപ്പ് ടെററിസ്റ്റാണെന്ന് പ്രഖ്യാപിച്ച ആരാണ്? അത് ഇന്ത്യയാണ്, കാനഡയല്ല. കാനഡ അവരെ ഒരു നോർമൽ പാർട്ടി ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു നോർമൽ ഗ്രൂപ്പായിട്ടാണ് കാനഡ കൺസിഡർ ചെയ്യുന്നത്. അത് ടെററിസ്റ്റ് ഗ്രൂപ്പാണെന്ന് പ്രഖ്യാപിച്ചത് ഇന്ത്യയാണ്. അതുകൊണ്ട് ഇനി ഇന്ത്യയാണ് അതിനകത്ത് വെറിയേണ്ടത്, കാനഡയ്ക്ക് അതിനകത്ത് വെറിയില്ല. കാനഡ അതുകൊണ്ട് ഖാലിസ്ഥാൻ ഗ്രൂപ്പിലുള്ള പല ആൾക്കാരും ആ പാർലമെൻറ്റിലെ മെമ്പേഴ്സാണ്. അതിന് ഉദാഹരണം വേറെ എങ്ങും പോകണ്ട, നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ പോയാൽ മതി. അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻ ഗ്രൂപ്പ് US ആണ് അവരെ ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിച്ചേക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ അവരെ ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അടുത്ത ഒരു ടേം വന്നപ്പോൾ അവർ വീണ്ടും അധികാരത്തിൽ കയറിയത്. താലിബാനാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ തീവ്രവാദികൾ ഇവിടെ ലീഗലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിനകത്ത് ആദ്യം തന്നെ ആരാണ് തീവ്രവാദികളായിട്ട് ഇവരെ പ്രഖ്യാപിച്ചത് എന്നുകൂടെ നമ്മൾ ആലോചിക്കണം. പിന്നെ ടെററിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന് എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് ടെററിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഖാലിസ്ഥാൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒരിക്കലും കാനഡയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരിക്കലും ഒരു സമയത്തും പ്രവർത്തിച്ചിട്ടില്ല. അവർ കാനഡയിലെ വളർത്താനും കാനഡയ്ക്ക് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ അടുത്ത ചില വീഡിയോയ്ക്കകത്ത് കുറച്ച് അവർ തമ്മിലുള്ള അടി നടന്നു എന്നുള്ള വെച്ചിട്ട് ഒരു ഗ്രൂപ്പിനെ നമുക്കൊരു തീവ്രവാദി ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ലഹളകളും അടികളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് പല മതങ്ങളുടെയും പേരിൽ. ഈ അടുത്ത സമയത്താണ് നമ്മുടെ നാട്ടിലൊന്നും ലഹള ഒന്നും കാണാത്തത്. പക്ഷേ ഒരു 80s 90s പോയിക്കോ, എത്ര മതവിഭാഗങ്ങൾ തമ്മിൽ നമ്മുടെ നാട്ടിലെ അടികളും ബഹളങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മളെന്താ മറന്നു പോകുന്നത്? ഈ ഒരു കാരണം കൊണ്ട് കാനഡ മുഴുവൻ മോശമാണ്, അതുകൊണ്ട് ടെററിസ്റ്റ് മാത്രമുള്ള രാജ്യമാണ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? അദ്ദേഹം രണ്ടാമതായിട്ട് പറയുന്ന ഒരു കാര്യം, ആഫ്രിക്കൻസ് കാനഡയിൽ വളരെ കൂടുതലുണ്ട്, ആഫ്രിക്കൻസ് എല്ലാം വയലൻ്റ് ആയിട്ടുള്ള നേച്ചർ ഉള്ളവരാ എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ആഫ്രിക്കൻസുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടക്കുന്നു. ആഫ്രിക്കൻസ് കാനഡയിൽ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ സ്ഥലത്തും ആഫ്രിക്കൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക്സ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അത് US ഏറ്റവും കൂടുതലുള്ളത് US-ലാണ്. US-ലെ പല സംസ്ഥാനങ്ങളും ബ്ലാക്ക് കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാർ, അതായത് സൗത്ത് അമേരിക്കൻസ് ആയിട്ടുള്ള പല ആൾക്കാരും ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മൈഗ്രേറ്റ് ചെയ്ത് US-ലുണ്ട്. അവരവരുടെ ജീവിതമായിട്ടും പോകുന്നു. നമ്മൾ സ്പെഷ്യലി മലയാളികൾ നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്നു. അപ്പം ഒരിക്കലും ഒരു ആഫ്രിക്കൻ വഴി കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളെ കയറി തല്ലുകയോ അല്ലെങ്കിൽ നമ്മൾ തെറി പറയുകയോ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടക്കുന്നു, അവരവരുടെ കാര്യം നോക്കി നടക്കുന്നു. അവർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരായിട്ട് അടി ഉണ്ടാക്കുമായിരിക്കും. നമ്മളതിനെക്കുറിച്ച് വെറിയേണ്ട ആവശ്യമില്ലല്ലോ. അവരെ അടി ഉണ്ടാക്കുന്നു, അവരെന്താ ചെയ്യട്ടെ, നമുക്ക് ഒരു കുഴപ്പമില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ആഫ്രിക്കക്കാരനാണ് താമസിക്കുന്നത്. ആഫ്രിക്ക എന്ന് വെച്ചാൽ ഒരു സൗത്ത് അമേരിക്കൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കമ്മ്യൂണിറ്റി പെട്ട ഒരാളാണ്. പുള്ളി എല്ലാ ദിവസവും എന്നെ കാണുമ്പോൾ, വെളിയിൽ നിൽക്കുമ്പോൾ കാണുമ്പോൾ, ഹായ് ഹൗ ആർ യു, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെയുള്ള പല സംഭാഷണങ്ങളും എന്നോട് ചോദിക്കാറുണ്ട്. ഞാനും അതുപോലെ തിരിച്ചു ചോദിക്കാറുണ്ട്. പുള്ളി ഇവിടുത്തെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പുള്ളി റെഗുലറായിട്ട് ഫാമിലിയായിട്ട് താമസിക്കുന്നു. പുള്ളിക്ക് യാതൊരു വിധ വയലൻ്റ് ആയിട്ടുള്ള നേച്ചറോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ശരിയായിരിക്കും, ബ്ലാക്സിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ വയലൻ്റ് നേച്ചർ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഫുൾ ആഫ്രിക്കൻസ് അല്ലെങ്കിൽ ഫുൾ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിലുള്ളവരെല്ലാം മോശമാണെന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പം നമ്മുടെ മലയാളികളെ തന്നെ നോക്കിക്കൂടെ? ഇപ്പം നാട്ടിൽ തന്നെ നമുക്കറിയാം, കേരളത്തിലുള്ള മലയാളികളുടെ ബിഹേവിയർ പലതായിരിക്കും. ചിലർ എല്ലാം മിണ്ടാതിരിക്കും, സൈലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ കാണും. ചിലർ ഒന്ന് പറഞ്ഞ് രണ്ടാമത് തല്ലുന്ന ആൾക്കാരുമാണ്. എന്ന് വെച്ചാൽ എല്ലാ മലയാളികളും മോശമാണോ എന്ന് പറയുന്നത് പോലെയുള്ള എല്ലാ കമ്മ്യൂണിറ്റിയിലും അങ്ങനത്തെ പല നേച്ചറിലും ബിഹേവിയറൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരവരുടെ കാര്യം നോക്കി നടക്കുന്നു. നമ്മൾ അവരുമായിട്ട് ഒരു കൂടുതലുള്ളൊരു വഴക്ക് കൂടാനോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊന്നും പോകാതിരിക്കുക. നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടക്കുക. എങ്കിൽ യാതൊരുവിധ സേഫ്റ്റി ഇഷ്യൂസും ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല. അദ്ദേഹം പിന്നെ പറയുന്നത്, കുട്ടികൾ സ്കൂളിൽ പോകുമ്പം ഈ ഇങ്ങനത്തെ ഉള്ള ബ്ലാക്ക് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള കുട്ടികളെ കണ്ടുപഠിക്കും, അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുമെന്നാണ് പറയുന്നത്. ആദ്യം തന്നെ ഞാൻ സുഹൃത്തെ പറയട്ടെ, കുട്ടികൾ ആദ്യം തന്നെ പഠിക്കുന്നത് വീട്ടിൽ നിന്നാണ്. പേരൻസിൻ്റെ ബിഹേവിയറാണ് ആദ്യം അവർ പഠിക്കുക. ഫാദറും മദറും എങ്ങനെയാണ് ജീവിക്കുന്നത്, അവർക്കുള്ള ഹാബിറ്റ്സ് എന്താണ്, ഇതൊക്കെയാണ് ആദ്യം കുട്ടികൾ പഠിക്കുന്നത്. പിന്നീട് സ്കൂളിൽ ചെന്നിട്ട് അവർ ഇതൊക്കെ കണ്ടിട്ട് പേരൻസുമായിട്ട് വന്ന് സംസാരിക്കുമ്പോൾ പേരൻസ് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്, ചില ബാഡ് ബിഹേവിയർ ചില പിള്ളേർ കാണിക്കുന്ന ഒരു കുട്ടികൾ വീട്ടിൽ വന്ന് പറയുമ്പോൾ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്, ഇന്നത് ശരിയാണ്, അവരുമായിട്ട് അധികം കൂടരുത്, ഇതെല്ലാം നമ്മൾ പറയുന്നത് പിള്ളേർ കേൾക്കുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് അവർ മോഡുലേറ്റ് ആവത്തുള്ളൂ. അല്ലാതെ സ്കൂളിൽ ചെന്ന് ഒരു ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിലെ ഒരാളുടെ ചെയ്തുകൾ കണ്ടിട്ട് അതുപോലെ
അതുപോലെ അനുകരിക്കും എന്നൊക്കെ വിചാരിക്കുന്നത് വളരെ തെറ്റാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതല്ലേ, നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കും, പല ബിഹേവിയറുള്ള കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാം അതുപോലെ ആയിട്ടുണ്ടോ? വഴക്കുണ്ടാക്കുന്ന കുട്ടികളുണ്ടാവും നമ്മുടെ ക്ലാസ്സിൽ തന്നെ എന്ന് വെച്ച് നമ്മളെല്ലാം വഴക്കാളികളായിട്ടുണ്ടോ? ഇതിനൊക്കെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് അങ്ങനെ വലിയ നിലയിലെത്തിയ ഒരാളാണ് KR നാരായണൻ. ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം പഠിച്ച ഒരു ഗവൺമെൻറ് സ്കൂളിലാണ്. അവിടുത്തെ പല കുട്ടികളുടെ ബിഹേവിയറൊക്കെ കണ്ടിട്ട് പുള്ളി അങ്ങനെയാണെങ്കിൽ മോശമാവണമായിരുന്നല്ലോ. അങ്ങനെ ആയിട്ടില്ല. അങ്ങനെ പല എക്സാമ്പിളും ഉണ്ട്. ഞാൻ എല്ലാം എക്സാമ്പിൾ ഇപ്പം പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം അടുത്ത പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് കുട്ടികൾ സ്കൂളിൽ ചെല്ലുമ്പോൾ സാറുമാരെ ഡാ എന്നാ വിളിക്കുന്നത് എന്നുള്ളതാണ്. എന്തൊരു വിഡിത്തമായിട്ടുള്ള കാര്യം പറയുന്നത്, ഡാ എന്ന് വിളിക്കുക എന്നുള്ളത്. പിന്നെ രണ്ടാമത് അദ്ദേഹം പറയുന്നുണ്ട് പേര് വിളിക്കുക എന്നുള്ളത്. ഓക്കെ, അത് ഞാൻ എഗ്രി ചെയ്യുന്നു. അതിനൊരു കാരണമുണ്ട്, നമുക്കതിലേക്ക് വരാം. നമ്മൾ ഈ സാറ് വിളി എങ്ങനെയാണ് വന്നത് എന്നുള്ളതിന് ഹിസ്റ്ററി നമുക്കൊന്ന് നോക്കാം. പണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ച സമയത്ത് അവരാണ് താഴേക്കിടയിലുള്ള ഇന്ത്യക്കാരോട് സാർ എന്ന് വിളിക്കണം, അതുപോലെ തന്നെ പോലീസിൽ അല്ലെങ്കിൽ പട്ടാളത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ സല്യൂട്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യിക്കണം എന്നുള്ളൊരു രീതി ഇന്ത്യക്കാരുടെ ഇടയിൽ ഉണ്ടാക്കുകയോ ചെയ്തത്. കാരണം അവർക്ക് ഒരു ഇൻഫീരിയോറിറ്റി കൊടുക്കാൻ വേണ്ടി, ഇവർ സുപ്പീരിയർ പവറായിട്ട് അവർ നിൽക്കുമ്പം അവർക്ക് അതിൻ്റെ താഴത്തെ ലെവലിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള ചിന്തയോടുകൂടി ബ്രിട്ടീഷുകാരാണ് ഇങ്ങനെ ഒരു സാർ അല്ലെങ്കിൽ സല്യൂട്ട് പദവികളൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ വിദേശ രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക, കാനഡ അങ്ങനത്തെ രാജ്യങ്ങളിൽ, ഈവൻ ബ്രിട്ടനിൽ പോലും, നമ്മുടെ ഈ ബ്രിട്ടീഷുകാർ ഇതെല്ലാം കൊണ്ടുവന്ന ബ്രിട്ടനിൽ പോലും അവിടെ ഒരാളെ സാർ മാഡം എന്നൊന്നും വിളിക്കുന്ന പരിപാടിയേ ഇല്ല. അവിടെ എല്ലാം ഈക്വൽ റെസ്പെക്റ്റ് ആണ്. അവിടെ മേലത്തെ ഇടയിലുള്ള ഒരു ജോലിക്കാരൻ, താഴത്തെ ഇടയിലുള്ള ഒരു ജോലിക്കാരൻ എന്നൊരു വേർതിരിവ് അവിടെ ഇല്ല. അവിടെ എല്ലാവർക്കും ഈക്വൽ റെസ്പെക്റ്റ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റെസ്പെക്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ഒരാളെ പേര് വെച്ച് വിളിക്കുന്നത്. ആ പേരിൻ്റെ കൂടെ ഒരു റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് മിസ്റ്റർ എന്ന് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ സ്കൂളിലെ കുട്ടികളുടെ സാറുമാരെ അവർ തന്നെ പറയുന്നത് മിസ്റ്റർ എന്ന് ചേർത്ത് പറയാനാണ്. ആ മിസ്റ്റർ അല്ലെങ്കിൽ മിസ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടാണ് അവരുടെ പേര് പറയുന്നത്. കാരണം അപ്പം ആ ഇടയിൽ ഒരു ഈക്വൽ ആയിട്ട് റെസ്പെക്റ്റ് കിട്ടുവാണ്. അങ്ങനെ ഒരു ജോലിക്കാർ തമ്മിൽ ഇപ്പം ഒരു മാനേജറും താഴത്തെ ഒരു താഴത്തെ സ്റ്റാഫായിട്ട് നിൽക്കുന്ന ഒരാളും അവർ സാറെന്ന് വിളിക്കുമ്പോൾ ആ സാറെന്ന് വിളിക്കുന്ന ആൾക്ക് ഭയങ്കരമായിട്ടൊരു കോംപ്ലക്സ് ചിലപ്പം വരും, ഇൻഫീരിയർ കോംപ്ലക്സ് വരും. അതേസമയം അങ്ങോട്ടും ഇങ്ങോട്ടും പേരാ പറയുന്നെങ്കിലോ അതൊരു ഈക്വാലിറ്റി വന്നു. അതാണ് ഈ രാജ്യം കീപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. എല്ലാ ജോലിയിലും എല്ലാ സ്ഥലത്തും ഒരു ഈക്വൽ റെസ്പെക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാത്തിനും പേര് വിളിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് US പ്രസിഡന്റിനെ നമ്മൾ വിളിക്കുന്ന മിസ്റ്റർ പ്രസിഡന്റ് എന്നാണ്. അത് ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റിൻ ട്രൂഡോ എന്നാണ് പലവട്ടം പറഞ്ഞിട്ടുള്ളത്. അതായത് കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഞാൻ ജസ്റ്റിൻ ട്രൂഡോയെ ആ പേര് വെച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പം പോലും ഞാൻ ഹലോ മിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ എന്നേ പറയത്തുള്ളൂ. കാരണം അതാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. അതാണ് നമുക്കൊരു ഏത് നിലയിലുള്ള ഒരാളെ ആണെങ്കിൽ ഈക്വൽ റെസ്പെക്റ്റോട് കാണണം. അതാണ് ഇവിടെ ചെയ്യുന്നതിലൊരു കാര്യം. അതൊരു തെറ്റായിട്ടാണ് പുള്ളി വിചാരിക്കുന്നത്. കാരണം പുള്ളി ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണിത്. പിന്നെ ഉദാഹരണമായിട്ട് വേറെ സൗത്ത് കൊറിയയും ജപ്പാനിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിയാ, പല രാജ്യത്തും ബ്രിട്ടീഷ് ഭരിച്ചിട്ടുള്ള പല രാജ്യങ്ങളും ഈ സിസ്റ്റം അവർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കോളനിയായിട്ടുള്ള പല രാജ്യങ്ങളും ഈ സിസ്റ്റം ഉണ്ടാക്കി വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പലരും ഇങ്ങനെ സാർ മാഡം അല്ലെങ്കിൽ ചെരുപ്പൂരുന്നത്, അതൊക്കെ പല സിസ്റ്റംസും പലരും ഉണ്ടാക്കി വെച്ചത് വീണ്ടും ഫോളോ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ US കാനഡയിലെയും പോലത്തെ രാജ്യങ്ങളിൽ ചെയ്യുന്നതാണ് കറക്റ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. റെസ്പെക്റ്റ് എപ്പോഴും മനസ്സിലാണ് വേണ്ടിയത്, അല്ലാതെ അത് പ്രവർത്തിക്കുമ്പം അല്ല. നമ്മുടെ നാട്ടിൽ ഇപ്പം പലരെയും സാറെന്ന് വിളിച്ചിട്ട് ഉള്ളിൽ തെറി പറഞ്ഞുകൊണ്ടാണ് സാറെന്ന് വിളിക്കുന്നതിലുണ്ടെങ്കിൽ എന്തർത്ഥമുള്ളത്? ഈ റെസ്പെക്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഇന്ത്യയെ കാണാത്ത ഒരു റെസ്പെക്റ്റ് ഞാൻ കാനഡയിൽ കണ്ടിട്ടുണ്ട്. അതായത് ഭൂരിഭാഗം കാനേഡിയൻസും ഒരു കടയിലേക്ക് കയറാൻ പോകുമ്പോൾ വേറെ ആൾ കയറാൻ വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു പ്രായമുള്ള ഒരാളെ കയറാൻ വരുന്നെങ്കിൽ അവർ ആ ഡോറ് തുറന്ന് ആ പ്രായമുള്ള ഒരാളെ അകത്തേക്ക് കയറ്റി വിടാൻ ശ്രമിക്കും. അതിന് ശേഷമേ അവർ കയറത്തുള്ളൂ. അതുപോലെ തന്നെ വഴി കൂടെ നടക്കുമ്പോൾ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരാളെ കാണുമ്പോൾ ആദ്യം തന്നെ അവർ ചോദിക്കുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ, നിങ്ങളിവിടെ ഹാപ്പിയാണോ? ഞാൻ കാനഡയിൽ വന്ന സമയത്ത് 2018 കാലഘട്ടത്തിൽ ഞാൻ കാനഡയിൽ വന്ന സമയത്ത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു, നിങ്ങളിവിടെ ഹാപ്പിയാണോ, നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഇവിടെ പുതിയതായിട്ട് വന്നതല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും നിങ്ങൾക്ക് സഹായങ്ങൾ വേണോ, എന്തെങ്കിലും ഉപദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കാരണം നിങ്ങളൊരു പുതിയ ഇവിടത്തെ ആളായിട്ട് വന്ന ഒരാളാണ്, അങ്ങനെ നിങ്ങൾക്ക് പലതും അറിയുന്നുണ്ടാകത്തില്ല. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എന്നൊക്കെ പല കാര്യങ്ങളും പലരും, ഒരാൾ മാത്രമല്ല, അങ്ങനെ പല കനേഡിയൻസ് എന്നോട് ഓഫർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. അല്ല ഒരു സാർ വിളിയോ ഒരു മാഡം വിളിയോ ഒതുങ്ങുന്നതല്ല റെസ്പെക്റ്റ്. ആഫ്രിക്കൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. പണ്ട് അദ്ദേഹം മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആഫ്രിക്കക്കാരൻ്റെ ഇടി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. ഉറപ്പായിട്ടും പുള്ളിക്കാരൻ്റെ കയ്യിലിരിപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് ഇടി കിട്ടിയത്. അതിന് കിട്ടേണ്ടത് തന്നെയാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ പോയി ഇടപെടുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ ആഫ്രിക്കക്കാരനോട് ചെന്ന് ചോദ്യം ചെയ്യാനോ ചെന്ന് കാണും. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഒരു ഇടി കൊടുക്കും. അത് കൊടുത്തത് നന്നായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇടി കൊടുക്കാനായിട്ട്.
ഈ വീഡിയോയുടെ ലെങ്ത് കൂടിയെന്ന് എനിക്കറിയാം, കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാനഡയെക്കുറിച്ച് മോശം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കൊരു വ്യക്തത വരുത്തണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും വീഡിയോ കൂട്ടിയത്. ഇതിപ്പോൾ പകുതി ആയതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ വരുന്നതായിരിക്കും. ഇത്രയും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നാളത്തെ വീഡിയോയും തീർച്ചയായിട്ടും എല്ലാവരും കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പം നാളത്തെ വീഡിയോ വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.